السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة، كل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى، وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, സർവശക്തനായ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും, എല്ലാ സന്ദർഭങ്ങളിലും, സാഹചര്യങ്ങളിലും, സന്തോഷത്തിലും സങ്കടത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും പ്രയാസത്തിലും എളുപ്പത്തിലും എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ജീവിതത്തോട് ചേർത്തു പിടിച്ചു ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലമേതെന്ന് ചോദിച്ചാൽ അത് അവൻ്റെ ആയുസ്സിലെ യുവത്വ കാലഘട്ടമാണ്. ആ കാലത്തെ അല്ലാഹു തആല വിശേഷിപ്പിച്ചത് മനോഹരമായ വാക്കുകളിൽ കൂടിയാണ്. നോക്കൂ, ആ ആയത്ത് നമുക്ക് ഇപ്രകാരം വായിക്കാം. സൂറത്തു റൂമിലെ 54-ാമത്തെ ആയത്താണത്. അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ആ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ വളരെ ദുർബലനായിരുന്നു. മലർന്ന് കിടന്ന് കരയാൻ മാത്രം കഴിയുന്ന ഒരവസ്ഥ. ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ വരെ കരയാനല്ലാതെ വേറെ ഒന്നിനും അറിയില്ല. ഭക്ഷണം കഴിക്കാൻ വിശന്നാൽ കരയാനല്ലാതെ വേറെ ഒന്നിനും പറ്റാത്ത തീർത്തും ദുർബലമായ ഒരവസ്ഥ, നിസ്സഹായമായ അവസ്ഥ. അതാണ് മനുഷ്യൻ്റെ ശൈശവം. ആ ശൈശവഘട്ടത്തിൽ നിന്ന് പതുക്കെ പതുക്കെ വളർത്തി അവൻ്റെ ശക്തിയുടെ, കരുത്തിൻ്റെ, ബുദ്ധിയുടെ, കഴിവിൻ്റെ ഏറ്റവും പൂർണ്ണമായ ഒരവസ്ഥയിലെത്തി. അതാണ് അവൻ്റെ യുവത്വം.
ആ യുവത്വം കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് 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 അവസാനം എവിടെയാണോ തുടങ്ങിയത് ആ തുടങ്ങിയിടത്ത് അവൻ എത്തിച്ചേരും. അല്ലേ? ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ചക്രമാണ്. ആ ചക്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, ബാല്യം, കൗമാരം, യുവത്വം, വാർദ്ധക്യം, ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ സംഗതികളാണ്. മനുഷ്യൻ്റെ ചിന്തകൾ മാറും, അവൻ്റെ പ്രവർത്തനങ്ങൾ മാറും, ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ മാറും, അവൻ്റെ പ്രതീക്ഷകൾ മാറും, ഒക്കെ ഇങ്ങനെ മാറി മാറി മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായ കാലഘട്ടം യുവത്വ കാലഘട്ടമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. അള്ളാഹുവും അങ്ങനെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പരിഗണിച്ചത്. ആ യുവത്വ കാലഘട്ടത്തെ എങ്ങനെ ചെലവഴിക്കണമെന്നും ആ യുവത്വ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നും അള്ളാഹു തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. വയസ്സന്മാരെ പോലെയല്ല. ഒരു 60, 70, 80 വയസ്സാകുമ്പോൾ വേറെ ഒരു പണിയില്ലാത്ത സമയത്ത് നമ്മൾ പള്ളിയിലേക്ക് തസ്ബീഹ് മാലയുമായി കയറിപ്പോകുന്നത് പോലെയല്ല ഒരു യുവാവിൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് ആ ഓഫർ എന്നറിയോ? നാളെ പരലോകത്ത് കത്തിയെരിയുന്ന സൂര്യനു കീഴെ മനുഷ്യന്മാരൊക്കെ ഉരുകി 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 വിയർത്തൊലിച്ച് അങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു ചില ആളുകളെ വിളിക്കുന്ന, ഇവിടെ വാ എന്ന് പറയും. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. ആരെ വിളിക്കുന്നറിയോ? ടാറ്റ, ബിർള, ലാലാജി, അംബാനി, കോടീശ്വരന്മാരെല്ലാം വിളിക്കുക. 7 വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വിളിക്കുക. അതിലൊരു വിഭാഗം ആരാന്നറിയങ്ങൾ? ഷാബുൻ ഇബാദത്തില്ല. യുവത്വ കാലഘട്ടത്തിലെ അള്ളാഹുവിനുള്ള ആരാധനയിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ. അവൻ്റെ യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ള കാലം, ആഗ്രഹിക്കുന്നതൊക്കെ നേടാനും ആഗ്രഹിക്കുന്നിടത്തേക്കൊക്കെ പോകാനും ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാക്കാനും ഏത് രൂപത്തിലും ജീവിക്കുവാൻ അവന് സാധിക്കുന്ന, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി കരുത്തുള്ള ഒരു കാലഘട്ടത്തിൽ പിശാചിൻ്റെ വിളിക്ക് ചെവി കൊടുക്കാതെ അള്ളാഹുവിൻ്റെ വിളിക്ക് കാതോർത്ത് ജീവിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ അള്ളാഹു പ്രത്യേകം വിളിച്ച് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലിൽ, അല്ലേ? ഇവിടെ സദസ്സിലിരിക്കുന്ന ഒരാളെ ഈ പന്തലൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. ഈ പന്തലൊന്നുമില്ല, പൊരി വെയിലത്ത് വയർപ്പിലിങ്ങനെ ഇരിക്കുക. ഇവിടെ ഇങ്ങനെ ആളുകൾ എയർ കണ്ടീഷനിൽ നല്ല തണുത്തിരിക്കുക. അപ്പോൾ വയർത്തിരിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് നീ വന്ന് ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ഈ കസേരയിൽ ഇരുത്തിയാലേ അത് വെറും ഒരു ഇരുത്തലല്ല, അതൊരു അംഗീകാരമാണ്, അതൊരാദരവാണ്. നാളെ മഹ്ശറയിൽ കോടിക്കണക്കിന് മനുഷ്യൻ, ഫിറഔനും ഹാമാനും ഹാറൂനും എല്ലാ ചക്രവർത്തിമാരും പണക്കാരും അധികാരികളും എല്ലാവരുമുള്ള സമയത്ത് അള്ളാഹു ഒരാളെ വിളിക്കുക, നീ വന്ന് ഈ തണലത്തിരുന്നോ. എന്താണ് അവൻ്റെ യോഗ്യത എന്നറിയോ? അവൻ്റെ യോഗ്യത, അവൻ്റെ യുവത്വകാൽ. അവൻ എന്ന് പറയുമ്പോൾ എന്താ അവളെന്ന് പറയാത്തത് എന്ന് ചിന്തിക്കേണ്ട. അവനും അവളുമെന്ന് വേർതിരിച്ച് പറയാതെ രണ്ടും പേടും യുവാവാം യുവതിയാവാം, യുവാവാം യുവതിയാവാം. തൻ്റെ യുവത്വകാലം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനായി ജീവിച്ചിട്ടുണ്ടോ അവനെ അള്ളാഹു വിളിച്ചു വരുത്തി അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലിൽ അള്ളാഹു അവനെ ആദരിക്കുമെന്നാണ് പറഞ്ഞത്. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആരാപ്പേ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭ പറഞ്ഞ എന്താ അറിയോ? 50 വയസ്സ് വരെ ചെറുപ്പക്കാരനാണെന്നാ. 50 വയസ്സ് വരെ. എപ്പോഴാണ് തുടങ്ങൽ എപ്പോഴും തുടങ്ങാം. നമുക്കൊരു 15 വയസ്സ് തൊട്ട് തുടങ്ങാം. 15 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദീർഘമായ കാലം. ബാല്യം എന്നൊക്കെ പറഞ്ഞാൽ 15 വയസ്സുള്ളൂ. 50 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാലമൊന്നും ജീവിക്കാൻ പറ്റൂല. 60, 65, 70, 70ൻ്റെ മേലൊക്കെ പോയ ഭാഗ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതേ, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 60ൻ്റെയും 70ൻ്റെയും ഇടക്കാണ് ശരാശരി. അതിൻ്റെ മേലേക്ക് കിട്ടും കുറച്ച് ആൾക്കാർക്ക്. ചില ആളുകളെ അതിൻ്റെ മുമ്പേ വിളിച്ചു കൊണ്ടുപോകും. അപ്പോൾ 50 വയസ്സ് വരെ, 15 വയസ്സ് മുതൽ 50 വയസ്സ് വരെ, അതാ നീണ്ട 35 കൊല്ലക്കാലം ഒരു മനുഷ്യൻ്റെ ആയുസ്സിലെ ഏറ്റവും ദീർഘമായ കാലം. ആ ദീർഘമായ കാലം മനുഷ്യന് കഴിവുകളേറെയാണ്, ചിന്തകളേറെയാണ്, അവസരങ്ങളേറെയാണ്.
അതുകൊണ്ട് തന്നെ ആ സമയത്ത് നന്മകളെക്കാളേറെ തിന്മകളിലേക്ക്, നല്ലതിനേക്കാളേറെ ചീത്ത കാര്യങ്ങളിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് മനുഷ്യനെ പിടിച്ചു കൊണ്ടുപോകുന്ന വല്ലാത്ത ഒരു കാലഘട്ടമാണ് മനുഷ്യൻ്റെ യുവത്വ കാലഘട്ടം. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മുജാഹിദുകളാവണം. എന്താ മുജാഹിദ് എന്നറിയോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവരായി മാറണം. നിങ്ങൾക്കറിയോ ഏറ്റവും വലിയ പോരാട്ടം എന്താണ്? ഏറ്റവും വലിയ പോരാട്ടം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോരുക. ശക്തമായ യുദ്ധമാണ്. കുറേ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, കുറേ ആളുകൾക്ക് മുറിവേറ്റിട്ടുണ്ട്, കുറേ സ്വത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ശക്തമായ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബത്തെ, നമ്മളിപ്പോൾ കഠിനമായ ഒരു യുദ്ധം കഴിഞ്ഞാണ് മടങ്ങുന്നത്, ശരിയല്ലേ? ശരിയാണ്. എന്നാൽ ഇതിനേക്കാൾ വലിയ ഒരു യുദ്ധത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇതിനേക്കാൾ വലിയ ഒരു യുദ്ധത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി, ആശ്ചര്യപ്പെട്ടു പോയി, ഭയപ്പെട്ടു പോയി. ഇനിയും ഒരു യുദ്ധമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, പക്ഷേ ആ യുദ്ധം ശത്രു സൈന്യത്തോടല്ല, ആ യുദ്ധം ആയുധത്തോടല്ല, ആ യുദ്ധം സ്വന്തം മനസ്സിനോടുള്ള യുദ്ധമാണ്. ഇന്ന് സുബഹിക്ക് ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലെത്താൻ കഴിയാത്ത, ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു സഹോദരൻ ഈ പന്തലിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ സുബഹി നമസ്കാരത്തിന് എത്താതിരിക്കാൻ ആരാണ് നമുക്ക് തടസ്സം നിന്നത്? കേന്ദ്ര ഗവൺമെൻറ്റോ, സംസ്ഥാന ഗവൺമെൻറ്റോ, മുനിസിപ്പാലിറ്റിയോ, ഇസ്രായേലോ, അമേരിക്കയോ, മൊസാദോ? ഇന്നത്തെ സുബഹി നമസ്കാരം പള്ളിയിലെത്തി ജമാഅത്തായി നമസ്കരിക്കുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞതാരാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 5:10 ബാങ്ക് കൊടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നല്ല സുഖം ഉറങ്ങാൻ ഒന്നുകൂടി ബ്ലാങ്കറ്റ് തലയിലേക്ക് വലിച്ചിട്ട് ചുരുണ്ടുകൂടി കൈയൊക്കെ കാലിൻ്റെ ഇടയിൽ വെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ എന്തോ വല്ലാത്ത ഒരു സുഖം. ഒന്ന് കണ്ണടഞ്ഞു പോയി. പിന്നെ എണീറ്റപ്പോൾ സമയം 6:30, സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, വെളിച്ചമായിട്ടുണ്ട്. വേഗം ബേജാറിൽ ഒളുവെടുത്ത് നമ്മൾ സുബഹി നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുബഹി നമസ്കാരം ജമാഅത്ത് നമുക്ക് നഷ്ടപ്പെടാൻ കാരണം വേറെ ആരുമല്ല, നമ്മുടെ മനസ്സ് മാത്രമാണ്. ഈ മനസ്സിനോട് പൊരുതി ജയിക്കുക, അതാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പോരാട്ടം. ആ പോരാട്ടം ശക്തമായി നടക്കേണ്ട സമയമാണ് കൂട്ടരെ, പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ. നമ്മുടെ യുവത്വകാലം, യുവത്വത്തെ പ്രലോഭിപ്പിക്കാനും യുവത്വത്തെ വഴിതിരിച്ചു കൊണ്ടുപോകാനും ഒരുപാട് സംവിധാനങ്ങൾ, ലൈംഗികതയും ആർഭാടവും ലഹരിയും അതേപോലെ പിന്നെ സ്വാതന്ത്ര്യവാദവും നിരീശ്വരവാദവുമൊക്കെ നമ്മുടെ നാട്ടിൽ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനോടൊന്നും ഞാനില്ല എന്ന് പറഞ്ഞ് നന്മയിലേക്ക് തിരിച്ചു നടക്കാൻ, അല്ലേ? നാളെ പടച്ച റബ്ബ് പരലോകത്ത് പ്രത്യേകമായി ആദരിക്കുന്ന വിഭാഗത്തിൽ ഒരു വിഭാഗം കൂടിയുണ്ട്, ചെറുപ്പക്കാരെ. ആരാണ് ആ വിഭാഗം എന്നറിയോ? അവനെ അല്ലെങ്കിൽ അവളെ. നിങ്ങൾക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ അറിയില്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യുവാവാണ്, സുന്ദരനാണ്, കോമളനാണ്, ആര് കണ്ടാലും അത്ഭുതപ്പെട്ടു പോകുന്ന സൗന്ദര്യത്തിൻ്റെ പര്യായമാണ്. യൂസുഫ് ജീവിക്കുന്ന വീട്ടിലെ സ്ത്രീ യൂസുഫിനെ പ്രണയിച്ചു പോയി. വല്ലാത്ത ഇഷ്ടം അവൾക്ക് യൂസുഫിനോട്. അതുകൊണ്ട് തന്നെ യൂസുഫിൽ നിന്ന് തനിക്ക് കിട്ടേണ്ടത് കിട്ടണമെന്ന് അവൾ ആഗ്രഹിച്ചു. യൂസുഫിനെ തന്ത്രപരമായി അവൾ കുടുക്കാൻ ശ്രമിച്ചു, അല്ലേ? യൂസുഫിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ യൂസുഫ് കൊതറി ഓടി. കഥ നിങ്ങൾക്കറിയാം. അവസാനം ആ പെണ്ണ് വെല്ലുവിളിയോടുകൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ ആവശ്യം അവൻ അംഗീകരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ അവനെ ജയിലിൽ അടക്കും. എന്താ പറയുക? ആവശ്യം അവൻ ചെയ്തു തന്നില്ലെങ്കിൽ അവനെ ഞാൻ ജയിലിൽ അടക്കും. എന്തേ യൂസുഫ് നബി പ്രാർത്ഥിച്ചത്? ഖാല റബ്ബി അസ്സിജ്നു അഹബ്ബു ഇലയ്യ. പടച്ചോനെ, ആ പെണ്ണെന്നെ വിളിക്കുന്ന വേണ്ടാത്തരമുണ്ടല്ലോ, അതിലേറെ എനിക്കിഷ്ടം നിന്റെ ദീനിനു വേണ്ടി ജയിലിൽ പോയി കിടക്കലാണ് റബ്ബേ, ഞാൻ ജയിലിൽ പോയിക്കോളാം. എന്നാലും ആ പെണ്ണിന്റെ തന്ത്രത്തിൽ എന്നെ നീ പെടുത്തരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ച യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പടച്ച റബ്ബ് കേട്ട് ആ പെണ്ണിന്റെ ഷെറിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് ജയിലിലേക്കാണ്, അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരിയോട് ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു സുന്ദരിയായ പെൺകുട്ടി
എല്ലാ സന്ദർഭങ്ങളും അനുയോജ്യമായ ഒരു സമയത്ത് ആരും കാണാനില്ല, ആരും അറിയാനില്ല, പരിചയമുള്ള ഒരാളുമില്ല, സുരക്ഷിതമാണ് 100%. അത്തരമൊരു സമയത്ത് എൻ്റെ ചെറുപ്പക്കാരാ, നിങ്ങളെ ഒരു സുന്ദരിയായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ തരങ്ങൾ സുന്ദരിയായ തറവാട്ടുകാരിയായ വേശ്യയല്ല, എല്ലാവരുടെയും കൂടെ കേടിക്കിടക്കുന്നവളല്ല, അങ്ങാടിയിലൂടെ അലഞ്ഞു നടക്കുന്നവളല്ല, തീർത്തും തറവാടുള്ള മാന്യമായ ഒരു കുടുംബത്തിലെ സുന്ദരിയായ ഒരു പെൺകുട്ടി നിങ്ങളെ ഒരു വേണ്ടാത്തരത്തിന് ക്ഷണിച്ചാൽ, പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളെ ഒരു ചെറുപ്പക്കാരൻ സുന്ദരൻ കുലീനൻ തറവാടുള്ളവൻ ഒരു വേണ്ടാത്തരത്തിന് ക്ഷണിച്ചാൽ, ഇന്നി അഖാഫുല്ലാഹ്, ഞാനില്ല. എന്തേ? എൻ്റെ വാപ്പറിഞ്ഞ പ്രശ്നമാണ്, ഭാര്യ അറിഞ്ഞ പ്രശ്നമാണ്, നാട്ടുകാരറിഞ്ഞ പ്രശ്നമാണ്, ഇവരറിഞ്ഞ പ്രശ്നമാണ്. അതൊന്നുമല്ല. ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് പടച്ചവനെ പേടിയാണ്, പടച്ച റബ്ബിനെ പേടിയാണ്. ഈ ദിവസത്തിൻ്റെ ഈ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് വിചാരണ ചെയ്യുവാൻ വേണ്ടി എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എന്നെ എഴുന്നേറ്റ് നിർത്തുമ്പോൾ, എൻ്റെ റബ്ബനോട് നീ ഇങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ബാപ്പയുണ്ടവിടെ, എൻ്റെ ഉമ്മയുണ്ടവിടെ, എൻ്റെ മക്കളുണ്ടവിടെ, എൻ്റെ ഭാര്യയുണ്ടവിടെ, എല്ലാവരുമുണ്ട്. അവർക്ക് മുമ്പിൽ എൻ്റെ റബ്ബനോട് നീ ഇങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുന്ന ആ ദിവസമുണ്ടല്ലോ, ഇന്നി അഖാഫുല്ലാഹ്, എനിക്കെൻ്റെ റബ്ബിനെ പേടിയാണ് എന്ന് പറഞ്ഞ് ആ തെറ്റിൽ നിന്ന് ആരാണോ മടങ്ങിപ്പോരുന്നത് അവന് അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണലുണ്ട്, അവൻ അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണലുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലായിടത്തും ഇങ്ങനെ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സംഘാടകർ ഒരു വിഷയം തരാറുണ്ട്. എന്താ വിഷയം എന്നറിയോ? വഴിതെറ്റുന്ന യുവത. അപ്പം ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, അല്ല, ഈ യുവതക്ക് മാത്രമേ വഴി തെറ്റാറുള്ളൂ, ബാക്കിയുള്ളവർക്കും തെറ്റാറില്ല? വൃദ്ധന്മാർക്ക് തെറ്റാറില്ലേ? കുട്ടികൾക്ക് തെറ്റാറില്ലേ? എന്താ ഈ യുവതയെ മാത്രം എടുത്തു പറയാനുള്ള കാരണം എന്താണ്? ഞാൻ അവരോട് പറയാറുണ്ട്, നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾക്ക് എന്തെങ്കിലും വഴികേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ യുവാക്കളുടെ നമ്മുടെ യുവതികളുടെ ജീവിതത്തിൻ്റെ വഴിയിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ, ഒരു സംശയവും വേണ്ട, അതിൻ്റെ കാരണക്കാർ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മളാവാം, പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരെ നമ്മളാവാം, പ്രിയപ്പെട്ട കാരണവന്മാരെ നമ്മളാവാം. കാരണം നിങ്ങൾക്ക് കേൾക്കണോ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ ഏറ്റവുമേറെ സ്നേഹിക്കുന്ന പ്രവാചകന്റെ മുമ്പിൽ യുവത്വത്തിൻ്റെ പര്യായമായിട്ടുണ്ടായിരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബിയുടെ പേര് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്നാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അള്ളാഹുവിൻ്റെ ഹബീബിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അബ്ദുള്ളയെ. അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തെയും കയറ്റി. നമ്മൾ ബൈക്കുമലൊക്കെ 2 ആൾ പോകാറില്ലേ? അതേപോലെ ഒട്ടകപ്പുറത്ത് മുമ്പിൽ പ്രവാചകനാണ്, പ്രവാചകന്റെ തൊട്ടു പിന്നിൽ പ്രവാചകന്റെ ശരീരത്തോട് ചേർന്നുകൊണ്ട് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്. അദ്ദേഹം യുവത്വത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുള്ളയെ വിളിക്കുക കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം, എൻ്റെ വാപ്പാരും ഉമ്മാരും കാരണവന്മാരൊക്കെ കേൾക്കണം. യുവത്വത്തിൻ്റെ തുടിപ്പുള്ള ആ ചെറുപ്പക്കാരനെ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, യാ ഉലാം, യാ ഉലാം. എന്താ വാക്കിൻ്റെ അർത്ഥം എന്നറിയോ? പ്രിയപ്പെട്ട മോനേന, സ്നേഹത്തിൻ്റെ അങ്ങേത്തലക്കല വിളിയാണത്. യാ ഉലാം, എൻ്റെ പ്രിയപ്പെട്ട മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെ. നിങ്ങൾ ദഅവത്ത് എപ്പോഴാണ് നടക്കുന്നത്? ദഅവത്ത് വഅള് പറയുമ്പോൾ മാത്രമല്ല, തൻ്റെ കൂടെ തൻ്റെ വാഹനപ്പുറത്ത് ഈ ചെറുപ്പക്കാരൻ യാത്ര ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത്, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ ഈ നാട്ടിലെ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഞാനൊരു കാര്യം പറയട്ടെ. ആമുഖമായി ഒരു നാടിനെ, ഒരു ജനതയെ, ഒരു സമൂഹത്തെ, ആ സമൂഹം വഴിപടച്ചു പോകുമ്പോൾ അവരെ നന്നാക്കിയെടുക്കാൻ നമ്മുടെ കയ്യിൽ ഒരു കുറുക്കു വഴികളുമില്ല കേട്ടോ. നമ്മുടെ മുമ്പിൽ ഒരു മരുന്നുമില്ല. ആകപ്പാടെയുള്ള മരുന്ന് പടച്ച റബ്ബ് പഠിപ്പിച്ച മരുന്ന് മാത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ നന്നാവോ? നമ്മളൊക്കെ പണ്ട് വിചാരിച്ചിരുന്നു സമൂഹത്തിന് വിദ്യാഭ്യാസം കൊടുത്താൽ സമൂഹം നന്നാവും. നമ്മളൊക്കെ ചിലപ്പോഴേ നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന്, കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് ട്രെയിൻ കയറും. ആ ട്രെയിൻ കയറുന്ന സമയത്ത് ചിലപ്പോൾ ചില ദുരന്ത ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്താ ദുരന്ത നിരങ്ങൾ?
ആ യാത്രയുടെ പിറ്റേ ദിവസം മംഗലാപുരത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്ന ദിവസമാണെങ്കിൽ ആ സ്ഥാപനത്തിലേക്കുള്ള കുട്ടികൾ തലേ ദിവസം ട്രെയിനിലാണ് വരിക. ആ ട്രെയിനിൽ കയറിയാൽ കണ്ണ് കാണാത്തവനെ പോലെ ഇരുന്നോളണം, കണ്ണിങ്ങനെ അടച്ചു പിടിച്ച് ഇരുന്നോളണം. കാരണം കണ്ണ് തുറന്നാൽ കാണുന്നത് ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ചകളാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഹറാമായ ഒരു സംഗതി കാണേണ്ടി വരുമ്പോൾ അത് കാണാതിരിക്കുവാൻ വേണ്ടി കണ്ണടച്ചു പിടിക്കുന്നവർക്ക് നാളെ നരകത്തിൽ അവൻ പ്രവേശിപ്പിക്കപ്പെടുകയില്ല. 3 കണ്ണുകളുണ്ടല്ലേ, 3 കണ്ണ് പറഞ്ഞാൽ 3 കണ്ണല്ല, 3 വിധത്തിലുള്ള കണ്ണുകൾ. അതിൽ ആ 3 കണ്ണുകൾ, 3 വിഭാഗത്തിലുള്ള കണ്ണുകൾ ആർക്കാണോ ഉള്ളത് ആ കണ്ണുകൾ നരകത്തിലെ തീയുമായി കൂട്ടിമുട്ടുകയില്ല എന്ന് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കേൾക്കണം കേട്ടോ. ആ 3 കണ്ണുകളിൽ ഒരു കണ്ണ് ഏതാ? ഒരു കണ്ണ് അള്ളാഹുവിനെ ഓർത്ത് ഒറ്റക്കിരുന്ന് കരഞ്ഞ കണ്ണുകൾ. വയല് പറയുമ്പോൾ ഉസ്താദിൻ്റെ വയല് കേട്ട് കരയാൻ വല്ല പണിയൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് സഹാബത്തിൻ്റെ ഒരു കഥ പറഞ്ഞാൽ, നിങ്ങളെ വാപ്പാനെ കുറിച്ച് പറഞ്ഞാൽ, മരിച്ചുപോയ അമ്മാനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങളെ കണ്ണ് നിറയും. എനിക്കറിയാം, കരയിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ആ കരച്ചിലല്ല, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പടച്ചോനെ ഇവിടെ ഇപ്പം എനിക്ക് ആരൊക്കെ ഉണ്ട്, വീട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, നാടുണ്ട്, വീടുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഈ മിടിപ്പൊന്നു നിലച്ചാൽ ഞാൻ പോകുന്നത് ഒരു മെഴുകുതിരിയുടെ വെളിച്ചം പോലുമില്ലാത്ത ഇരുണ്ട ഖബറിലേക്കാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ഒറ്റക്കിരുന്ന് കരയുന്ന കണ്ണുകൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ അങ്ങനെ എപ്പോഴെങ്കിലും? വീട്ടുകാരെ കുറിച്ച് ഓർത്തിട്ടല്ല, ഗൾഫിലെ ഭർത്താവിനെ കുറിച്ച് ഓർത്തിട്ടല്ല, ആശുപത്രിയിലെ കുട്ടിയെ കുറിച്ച് ഓർത്തിട്ടല്ല, അള്ളാഹിനെ കുറിച്ച് ഓർത്തിട്ട് ഞാൻ റബ്ബിൻ്റെ മുമ്പിലേക്ക് ഈ സമയത്ത് വിളിക്കപ്പെട്ടാൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താകും എന്നാലോചിച്ച് കരഞ്ഞ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആയിഷ ബീവി ഉണ്ട് തേങ്ങിക്കരയുന്നു. കരഞ്ഞ് കണ്ണൊക്കെ ചുവന്ന് കവളൊക്കെ ചുവന്ന് കണ്ണീര് നിലത്തുറ്റി വീണിട്ടുണ്ട്. ഹബീബായ റസൂൽ ആയിഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചത്, ആയിഷ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ആയിഷ ബീവി ഗദ്ഗതത്തോടെ തേങ്ങലോടുകൂടി പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ഹബീബെ, ഈ ലോകത്ത് ആയിഷക്ക് എല്ലാവരുമുണ്ട്. ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരനുണ്ട്, ഭർത്താവുണ്ട്, നാടും നാട്ടുകാരുമൊക്കെ ഉണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലെ, മരിച്ചു പോയാൽ മരിക്കുന്ന ആ സമയം മുതൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്കുള്ള യാത്ര വരെ ഈ ആയിഷ ഒറ്റക്കല്ലേ സഞ്ചരിക്കേണ്ടത്? അതോർത്തപ്പോൾ എനിക്കൊരു പേടി. ആ പേടി കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ചോർത്ത് ഒറ്റക്കിരുന്ന് കരയാനായാൽ ആ കണ്ണുണ്ടല്ലോ, ഭാഗ്യമുള്ള കണ്ണ, അത് നരകത്തിലെത്തൂല. രണ്ടാമത്തെ കണ്ണ് ഏതാ? രണ്ടാമത്തെ കണ്ണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകൾ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകൾ ഏതാണത്? ഒന്ന്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കാവലിരുന്നവൻ. രണ്ടാമത്തേത്, അള്ളാഹുവിന് വേണ്ടി രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ നിസ്കരിച്ചവൻ. മൂന്നാമത്തവൻ, അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതാൻ, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ച് കാത്തിരുന്നവൻ. ആ റബ്ബിനു വേണ്ടി ഉറക്കമൊഴിച്ച കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണുകൾ നരകത്തിലെ തീയുമായി കൂട്ടിമുട്ടുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ്. മൂന്നാമത്തെ കണ്ണേതാ? മൂന്നാമത്തെ കണ്ണാണ് ഈ പറഞ്ഞ കണ്ണ്. ഏത് കണ്ണ്? ഹറാമായ ഒരു സംഗതി കാണേണ്ടി വരുമ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി തൻ്റെ കണ്ണുകളെ ആരെങ്കിലും അടച്ചു കളഞ്ഞാൽ ആ കണ്ണുകൾ, ചിലപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോഴേ നമ്മുടെ എതിർഭാഗത്തു നിന്ന് കാണാൻ ഒരാളിങ്ങനെ വരുന്നത്, ഒരു ചെറുപ്പക്കാരൻ, പെണ്ണുങ്ങളൊന്നും വിചാരിക്കേണ്ട, ഒരു സഹോദരനെ ഉദാഹരണം പറയാം. നമ്മൾ നടന്നു പോകുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരു പെണ്ണ് വരുന്നുണ്ട്, ഡ്രസ്സൊക്കെ വളരെ മോശം, ഏകദേശം കാണാവുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് കാണുന്നുണ്ട്. ഒന്ന് നമുക്ക് നോക്കാം ഇതെന്താ സാധനം എന്നറിയാൻ. രണ്ടാമത്, നമ്മുടെ കണ്ണിനെ വീണ്ടും ആ ശരീരത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടന, ഒരു രൂപം ആ ശരീരത്തിനുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾ ആ ശരീരത്തിലേക്ക് വീണ്ടും പോകാതിരിക്കാൻ ഒരാൾ അവൻ്റെ കണ്ണിനെ ചിമ്മിക്കളഞ്ഞാൽ അത് എളുപ്പം കഴിയുന്നില്ല. പറയാൻ എളുപ്പ പക്ഷേ അങ്ങനെ ഒരു കാഴ്ച കാണുമ്പോഴേ പെണ്ണ് വേണ്ട, നമ്മുടെ മൊബൈൽ ഫോൺ ഇങ്ങനെ തോണ്ടിയിരിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിൽ വരുന്ന ചില സംഗതി ഉണ്ട്. ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇത് കണ്ട അവിടെ നിൽക്കുക, എന്താ ആവുന്നില്ല. രണ്ടാമതൊന്നുകൂടി നോക്കേണ്ടി വന്നാലേ ആ നോക്കുന്ന സമയത്ത് അത് കാണാത്ത വിധം നിന്റെ കണ്ണ് നീ ചിമ്പിക്കളഞ്ഞാൽ ആ കണ്ണ് നരകത്തിലെത്തൂല എന്നാ പറഞ്ഞേ. എളുപ്പല്ല.
പ്രായമായവർക്ക് തോന്നുക അത് വലിയ പണിയൊന്നുമില്ല, പക്ഷെ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു നോക്കേണ്ടി അതത്ര ഈസി അല്ല എന്ന് മനസ്സിലാവും അല്ലേ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ സൂചിപ്പിച്ച എന്താ ട്രെയിനിൽ ഇങ്ങനെ പോരുമ്പോഴേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളില് അള്ളാഹുവിൻ്റെ റസൂല് 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞൊരു സംഗതി ഉണ്ട്. എന്താ ഈ ലോകത്തിൻ്റെ അവസാനം അടുത്തടുത്ത് വരുമ്പോൾ ഇവിടെ തിന്മകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ആ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആണും പെണ്ണും പരസ്യമായി ആളുകൾക്കിടയിൽ പരസ്യമായി അവർ കാണാൻ പാടില്ലാത്തത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യും. വ്യഭിചാരത്തോളം പച്ചയായിട്ട് അവർ പ്രവർത്തിക്കും. ആ കാലത്ത് ബാക്കി കേൾക്കണം കേട്ടോ, ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും സ്വാധീനമുള്ള ഒരു മനുഷ്യന്, ഇവിടെ മുനിസിപ്പൽ കൗൺസിലറെ വിചാരിച്ചോ, അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ പണക്കാരനെ വിചാരിച്ചോ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ വിചാരിച്ചോ, ആ കാലഘട്ടത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു മനുഷ്യൻ ഈ കാഴ്ച കാണേണ്ടി വന്നാൽ പരമാവധി അയാൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അന്ന് മക്കളെ നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് മാറി കിടന്നാൽ എനിക്കിതിലൊന്ന് പോകാനി എന്ന് പറയാനല്ലാതെ ആരടാ അത് എന്താ പണി എടീറ്റ് പോയടാ എന്ന് പറഞ്ഞാൽ പറഞ്ഞോൻ്റെ ഫോട്ടോ പിറ്റേന്ന് പേപ്പറിൽ വരും, പോലീസ് പിടിച്ചു, സദാചാര പോലീസായി ജയിലിലടിച്ചു. അങ്ങനത്തെ ഒരു കാലം വരുന്ന് അള്ളാന്റെ ഹബീബ് പണ്ടു പറഞ്ഞത് അത് പ്രാവർത്തികമായ കാലത്താണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ നിർവഹിക്കേണ്ട ഇവിടുത്തെ മതപ്രവർത്തകരോട്, ഇവിടുത്തെ ദായിമാരോട്, ഇസ്ലാമിക പ്രബോധകരോട്, മാതാപിതാക്കളോട്, കാരണവന്മാരോട് എനിക്ക് പറയാനുണ്ട്, നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോകുന്നതിൻ്റെ ദുരന്തങ്ങളാണ് സമൂഹം അനുഭവിക്കുന്നത്. നോക്കൂ, തൻ്റെ കൂടെ ജീവിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, എന്താ പറഞ്ഞറിയോ? മോനെ, ഇന്നി ഉഅല്ലിമുക ബികലിമാത്തിൻ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാട്ടോ. എന്നിട്ട് പറയണ്ടേ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ, അള്ളാഹുവിൻ്റെ വിചാരണയെ നീ എപ്പോഴും സൂക്ഷിച്ചു ജീവിക്കണം കേട്ടോ. അങ്ങനെ ജീവിച്ചാൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും. തെറ്റുകളിലേക്ക് പോകാതെ, വേണ്ടാത്തരങ്ങളിലേക്ക് പോകാതെ, വൃത്തികേടുകളിലേക്ക് പോകാതെ, വഴിവിട്ട മാർഗത്തിലേക്ക് ജീവിതം കടന്നു പോകാതെ അള്ളാഹു നിന്നെ സൂക്ഷിക്കും. പക്ഷെ നീ എന്ത് ചെയ്യണം എന്നറിയോ? നീ ആദ്യം അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു വെച്ചത് എവിടെ? ഈ ലോകം നന്നാക്കിയെടുക്കാൻ, ഈ ലോകത്തിലെ മനുഷ്യരെ നന്നാക്കിയെടുക്കാൻ വിദ്യാഭ്യാസത്തിനോ സമ്പത്തിനോ അധികാരത്തിനോ പോലീസിനോ ജയിലുകൾക്കോ ഒന്നും സാധ്യമല്ല. അതിന് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് മാത്രമേ പറ്റൂ. കാരണം ഈ ലോകത്തിൻ്റെ ചരിത്രം വായിച്ചു നോക്കൂ. ഈ ലോകം വൃത്തികെട്ട കാലത്തിലൂടെ കടന്നുപോയ ഒരുപാട് കാലങ്ങളുണ്ട്. നമ്മളിപ്പോൾ സ്വവർഗരതിയെക്കുറിച്ച് സംസാരിക്കാറുണ്ടല്ലോ അല്ലേ? ആണും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുക, പെണ്ണും തമ്മിൽ ഇണകളായി ജീവിക്കുക, ആണും ലൈംഗികമായി അവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, പെണ്ണും അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഇതൊക്കെ പുതിയ കാലത്ത് ഒരു ചർച്ചയാണല്ലോ അല്ലേ? എന്നങ്ങ് കേൾക്കണം. അത് ഒരു ജീവിതത്തിൻ്റെ സമ്പ്രദായമായി സ്വീകരിച്ച ഒരു ജനത പണ്ട് ഈ ലോകത്തുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മല്ലേ? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അയക്കപ്പെട്ട ജനത. ആ ജനതയിൽ സ്വവർഗരതി എന്ന് പറയുന്നത് അവരുടെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നിട്ട് ആ ജനതയെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ പറഞ്ഞയച്ചത് ലൂത്ത് നബിയുടെ വീട്ടിലേക്ക്. നമുക്കറിയുന്ന കഥയാണ്. പക്ഷേ ആ മലക്കുകളെ ഒരു പരീക്ഷണമായിട്ട് അള്ളാഹ് പറഞ്ഞയച്ചത്. എന്താ പരീക്ഷണം എന്നറിയോ? ആ മലക്കുകൾ കാണാൻ ഭയങ്കര സൗന്ദര്യമുള്ള ചെറുപ്പക്കാർ, എന്തോ ഒരു രസങ്ങൾ, ചോക്ലേറ്റ് പോലെ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന നല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ള നല്ല ചെറുപ്പക്കാരായിട്ട് ഇവരെ പറഞ്ഞയച്ചേ. അതുകൊണ്ട് തന്നെ ലൂത്ത് നബിക്ക് വല്ലാത്ത പേടിയായി. പടച്ചോനെ, ഈ സുന്ദരന്മാരായ ചെറുപ്പക്കാരെ എങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക? നാട്ടുകാരറിഞ്ഞാൽ അവരാകപ്പാടെ പിടിച്ചു കൊണ്ടുപോകും. ഞാൻ എന്താ ചെയ്യുക? അദ്ദേഹം ആ വിരുന്നുകാരെ ആരും അറിയാതെ വീടിൻ്റെ ഉള്ളിൽ വാതിലടച്ച് ഒളിപ്പിച്ചു വെച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചതിച്ചു. ഭാര്യ എന്താ ചെയ്ത്? അടുക്കള വാതിലിലൂടെ പുറത്തെത്തിയിട്ട് പറഞ്ഞു ആളുകളോട്, ജനങ്ങളെ, നിങ്ങളിങ്ങനെ പൊട്ടന്മാരെ പോലെ നിന്നോളി, ഞങ്ങളെ വീട്ടിൽ നല്ല കാണാൻ ഭംഗിയുള്ള ചില ആൾക്കാർ വന്നിട്ടുണ്ട്, എന്താ രസം, എന്താ ഭംഗി, നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നോളി, ഞങ്ങളെ വീട്ടിലുണ്ട്, വേണമെങ്കിൽ വന്നോളി. ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു. ജനക്കൂട്ടം ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് ഒരു കടൽ പോലെ, കാണാതെ അല്ല,
ഒളിഞ്ഞിങ്ങാണ്ടല്ല, പച്ചക്ക് പരസ്യമായിട്ടാ വരുന്നത്. എന്തിനാ വരുന്നത് അറിയോ? ലൂത്തിന്റെ വീട്ടിൽ കാണാൻ ചൊറുക്കുള്ള ചെറുപ്പക്കാരുണ്ട്, ഓരെ കിട്ടണം, എന്നിട്ട് ഞങ്ങൾക്ക് കൊണ്ടോണം. പരസ്യമായിട്ടാ വന്നത്, ഉളുപ്പില്ലാതെ വന്നത്. ലൂത്ത് നബി പറഞ്ഞു, ജനങ്ങളെ അപമാനിക്കരുത്, എൻ്റെ അതിഥികളാണ്, ഉപദ്രവിക്കരുത്, നിങ്ങൾ എന്നെ അപമാനിക്കരുത്. പലതും പറഞ്ഞു നോക്കി. അവസാനം അദ്ദേഹം പറഞ്ഞു, ദാ എൻ്റെ വീട്ടിൽ എൻ്റെ പെൺമക്കളുണ്ട്, എൻ്റെ പെൺമക്കളെ നിക്കാഹ് ചെയ്ത് നിയമപ്രകാരം നിങ്ങൾക്ക് കല്യാണം കഴിക്കാം, പക്ഷേ ഈ ഒരു വേണ്ടാത്തരത്തിന് നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. ആര് കേൾക്കാൻ? ജനങ്ങൾ ഇങ്ങനെ ഒഴുകല്ലേ, കൊണ്ടലൂത്തെ ഇങ്ങോട്ട് ഇറക്കി വിട്, ഞങ്ങൾ കൊണ്ടുപോട്ടെ. അവസാനം അദ്ദേഹം പറയുന്നില്ലേ, അല്ല മനുഷ്യന്മാരെ, നിങ്ങളെ ഇടയിൽ വിവേകമുള്ള ഒരൊറ്റ മനുഷ്യൻ പോരില്ലേ, ഒരു മനുഷ്യനെങ്കിലും ഇത് തെറ്റാണ്, ഇത് വേണ്ട, നമുക്ക് പിരിഞ്ഞു പോകാം എന്ന് പറയാൻ ഒരു മനുഷ്യനെങ്കിലും നിങ്ങളെ നാട്ടിലില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ധാർമ്മികത പറയാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത വിധം നാട് മുഴുവനും തിന്മയിൽ മുങ്ങിപ്പോയ കാലം പണ്ട് ലോകത്തുണ്ടായിട്ടുണ്ട്. ഒന്ന്. രണ്ട്, യൂസുഫിന്റെ ഭാര്യ, അസീസിന്റെ ഭാര്യ യൂസുഫിനെ പ്രണയിച്ചു അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ കഥ പിടിച്ചു വലിച്ച് കുപ്പായൊക്കെ കീറി, നമുക്കറിയാം. ആ കഥ നാട്ടിലാകെ പാട്ടായി. എന്താ പാട്ടായത്? അയ്യേ, അസീസിന്റെ ഭാര്യ ഇത്ര വൃത്തികെട്ട പെണ്ണ, ഓളെ വീട്ടിൽ ജോലിക്ക് വന്ന വേലക്കാരനെ പിടിച്ചു വെച്ച് വേണ്ടാത്രം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിനൊക്കെ കേട്ടാൽ അതൊക്കെ നല്ല പൈസ ഉള്ള വേറെ ആൾക്കാരില്ലേ, വീട്ടിലെ വേലക്കാരനെ പിടിക്കണോ? ഇത്ര വൃത്തികെട്ട പെണ്ണാണോ അസീസിന്റെ ഭാര്യ? ആകെ വർത്താനായി. ഇത് കേട്ടപ്പോൾ അസീസിന്റെ ഭാര്യ, എന്നാ അതൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. ആ നാട്ടിലെ പ്രധാനപ്പെട്ട പണക്കാരെ, തന്നെ കുറ്റം പറഞ്ഞ, തന്നെ കളിയാക്കിയ ആ നാട്ടിലെ പ്രമാണിമാരുടെ ഭാര്യമാരൊക്കെ വിളിച്ചു, നിങ്ങൾ വരേണ്ടി, എൻ്റെ വീട്ടിൽ ഒരു സദ്യ ഉണ്ട്, ഡിന്നർ എൻ്റെ വീട്ടിലായിക്കോട്ടെ. എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് വയറ് നിറയെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവസാനം പോകുന്നതിന് മുമ്പ് നമ്മൾ കട്ടൻ ചായ കൊടുക്കുമല്ലോ, അതിന് പകരം ഓരോരുത്തരുടെ കയ്യിലും ഒരു ആപ്പിളും ഒരു കത്തിയ കൊടുത്ത്, എല്ലാവരും ചെത്തി തിന്നോളി, എല്ലാവരും തിന്നോളി. അങ്ങനെ എല്ലാവരും ആപ്പിളൊക്കെ ചെത്തി തിന്നാൻ ഒരുങ്ങുമ്പോൾ സുലൈഖ പറഞ്ഞു, യൂസുഫ് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞാ ഇവരെ ഇടയിൽ കൂടെ വന്നാൽ അവിടം വരെ പോയിക്കാം. യൂസുഫ് നബി ആ പോണ പോക്കില്, ആ സൗന്ദര്യത്തിന്റെ വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യത്തിൽ ഈ പെണ്ണുങ്ങളുടെ മനസ്സ് മുഴുവനും പാളിപ്പോയി. ആപ്പിള് ചെത്തിയത് കയ്യിനാ ചെത്തിയത്, സകല പെണ്ണിന്റെയും കയ്യും വന്ന് ചോര വരുന്നേ അല്ലേ? അന്തം വിട്ട് നിൽക്കുക. ഇതൊരു മനുഷ്യനല്ല കേട്ടോ. എന്താ അവർ പറഞ്ഞറിയോ? ഇതൊരു മനുഷ്യനല്ല കേട്ടോ, ഇതൊരു മലക്കാണ്. അപ്പം നമ്മളെ ഈ അസീസിന്റെ ഭാര്യ സുലൈഖ വന്നിട്ട് പറഞ്ഞേ, ഇപ്പം എങ്ങനെയുണ്ട്? ഒരൊറ്റ നോട്ടം യൂസുഫിനെ കണ്ടപ്പോഴേക്ക് നിങ്ങൾ വിരലിയെത്തി. 24 മണിക്കൂർ ഈ വീട്ടിൻ്റെ ഉള്ളിൽ യൂസുഫിനെയും കണ്ടിരിക്കുന്ന ഞാൻ പിന്നെ ഓനെ പിടിച്ചെങ്കിൽ അത് തെറ്റാണോ? അത് തെറ്റല്ല എന്ന് മറ്റൊരു, അത് തെറ്റൊന്നല്ല, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളും പിടിക്കുന്നില്ല പോലെ. അപ്പോഴാണ് യൂസുഫിന്റെ ഭാര്യ പറഞ്ഞേ, ഞാൻ പിടിച്ചിട്ടുണ്ട്, സത്യമാണ്. ഒരു സത്യം കൂടി ഞാൻ പറയാം, ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം അവനിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അവനെ ജയിലിലിടും. രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ടാ പറഞ്ഞേ, നാട്ടുകാരുടെ മുമ്പിൽ. ഞാൻ ചോദിച്ചത് അവൻ തന്നില്ലെങ്കിൽ അവനെ ഞാൻ ജയിലിലടക്കുന്ന പറഞ്ഞേ. അങ്ങനത്തെ ഒരു കാലം ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാലം ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ തിന്മകളുടെ വല്ലാത്ത കാലം ഈ ലോകത്തുണ്ടായപ്പോഴൊക്കെ ആ ലോകത്തെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹു ഒരു മാർഗം ഉപയോഗിച്ചു. ഏതാണ് ആ മാർഗം എന്നറിയോ? എല്ലായിടത്തും കോളേജ് ഉണ്ടാക്കിയേക്കല്ല, എല്ലായിടത്തും യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയേക്കല്ല. അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. എന്നിട്ടോ ആ പ്രവാചകന്മാരെന്താ ചെയ്തത്? ആ പ്രവാചകന്മാരാണ് ചെയ്തത്, ഏത് പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ടോ, ഏത് തിന്മകളുള്ള നാട്ടിലേക്കാണോ ആ പ്രവാചകന്മാർ വന്നത്, ആ തിന്മയിൽ മുങ്ങിപ്പോയ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ആ പ്രവാചകന്മാർക്ക് അള്ളാഹു ഏൽപ്പിച്ച മരുന്ന് ഏതാ? ഏതാ മരുന്ന് അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കും. ആ ജനങ്ങൾ നന്നാവും. ഞാൻ ഈ സമൂഹത്തോട് ചോദിക്കട്ടെ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരോട്, എൻ്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നന്മയുടെ ഒരു മാറ്റം ഉണ്ടായത് എന്തുകൊണ്ടാ? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചുകൊണ്ടല്ലേ? ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ പറയട്ടെ. എനിക്കൊരു സുഹൃത്തുണ്ട്, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട സുഹൃത്താട്ടോ. ഞാൻ അയാളെ വല്ലാതെ ഒന്നും കണ്ടിട്ടില്ല, അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. അയാൾ ചെറുപ്പത്തിലെ അതിസമ്പന്നനാ. ഗൾഫിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളാണ്, തൊട്ടതൊക്കെ പൊന്നായി മാറുക, നല്ല വരുമാനമുള്ള ആളാണ്, അതിസമ്പന്നൻ. അദ്ദേഹം ജീവിതം സുഖിച്ചാ ജീവിക്കൽ. തായ്ലൻഡിലൊക്കെ പോയിട്ട് ഒരു മാസമൊക്കെ പാർക്കും, സുഖിക്കാൻ വേണ്ടി മാത്രം.
ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ടൂർ പോകും, സുഖിക്കാൻ ഒരു പരിധിയില്ല, എന്തു ചെയ്യും, എല്ലാത്തിനും പണമുണ്ട്. അതുകൊണ്ട് ജീവിതം ആസ്വദിച്ച ആളാം. ഇടയ്ക്കെപ്പോഴോ അയാൾക്ക് ഇസ്ലാമിൻ്റെ വിളിയാളമുണ്ടായി, അദ്ദേഹം തൗഹീദിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരിക്കൽ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞേ, ഷാക്കിർ ഉസ്താദെ, ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, നാഷണൽ ഹൈവേയുടെ പക്കത്ത് തന്നെയാണ്, ഞാൻ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്, 8 മുറികളുണ്ട്, വാടകയ്ക്ക് കൊടുക്കാനാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വരുമാനത്തിൽ നിന്നൊരു ഭാഗം ഞാൻ നിങ്ങളുടെ ചുങ്കത്തറയിലെ യത്തീംഖാനയിലേക്ക് വേണ്ടി എല്ലാ മാസവും തരാൻ കേട്ടോ. സന്തോഷമായി, ആയിക്കോട്ടെ, അള്ളാഹു നിങ്ങൾക്ക് കൂലി തരട്ടെ. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഷാക്കിർ ഉസ്താദെ, എൻ്റെ കെട്ടിടത്തിന് ഒരു വാടകക്കാർ വന്നിട്ടുണ്ട്, അവർക്ക് 8 റൂമുകളും അവർക്ക് വേണം, നല്ല വാടക തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ കൊടുക്കാത്തത്? അപ്പം അദ്ദേഹം പറയണേ, വാടകക്ക് ചോദിച്ചത് ഒരു ബാങ്കുകാരാണ്, ബാങ്കിന് ATM, ഓഫീസ്, ഗോഡൗണ്, ഇതിനൊക്കെ വേണ്ടി 8 റൂമും വേണം, നല്ല വാടക തരും, പക്ഷേ അത് ബാങ്ക് ആയതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വെറുതെ അതെന്താ ബാങ്കുകാർ നിങ്ങൾക്ക് വാടക കിട്ടിയാൽ പോരെ? അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് കിട്ടുന്നത് എൻ്റെ വാടകയാവാം, പക്ഷേ ആ വാടകയ്ക്ക് വേണ്ടി അവർ പണമുണ്ടാക്കുന്നത് പലിശയിൽ നിന്നാണല്ലോ എന്നോർത്ത് ആ പലിശ പണത്തിൻ്റെ ഷെയർ എൻ്റെ മക്കൾക്ക് ഭക്ഷണമാക്കി കൊടുക്കാൻ എനിക്ക് തോന്നണില്ല, അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്തില്ല. അയാൾ ചെറുപ്പത്തിൽ മദ്രസയിൽ പോയിട്ടില്ല, മാനമര്യാദക്ക് ഒരു സമ്മേളനത്തിൽ പോലും പോയിട്ടില്ല. പിന്നെ അയാളുടെ ഉള്ളിൽ ഈ ബോധോദയം ഉണ്ടായത് എങ്ങനെയാണ്? ക്ലാസ് എടുത്ത് കൊടുത്തിട്ടല്ല, പഠിപ്പിച്ചിട്ടല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാക്കിയ മാറ്റമാണത്. നമ്മളെ കൂട്ടത്തിൽ ഒരാൾ ലേശം മയക്കുമരുന്ന്, കഞ്ചാവോ ഏതെങ്കിലും ഒരു മയക്കുമരുന്നിന് അടിമയായി എന്ന് വെക്കുക, ഏത് സമയത്തും മയക്കുമരുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ബഹളം വെക്കുക, അവസാനം വീട്ടിലും നാട്ടിലൊക്കെ ശല്യമായപ്പോൾ നമ്മളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ച്. എന്താ മാർഗം? മരുന്ന് കൊടുക്കും, ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, അതിന് പറ്റിയ സ്ഥലങ്ങളുണ്ട്, അവിടെ കൊണ്ടുപോയി ചികിത്സിക്കും. 1-2 കൊല്ലം ചികിത്സിച്ച് ഇപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞ് പിന്നെ ഓണ കാണുന്ന എവിടെ ഓൻ്റെ വണ്ടിയുണ്ട്, കാറുണ്ട്, ബാറിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട്, അപ്പം എന്താടാ ഇത്രയും പൈസ ചിലവാക്കി ചികിത്സിച്ചിട്ട് ഈ എൻ്റെ നിർത്തിയില്ല? ഞാൻ നിർത്തിയിനി, പക്ഷേ ആ മഞ്ഞ ബോർഡ് കണ്ടപ്പോൾ, ആ ബാർ എന്ന് എഴുതിയ ബോർഡ് കണ്ടപ്പോൾ എനിക്ക് ഇറങ്ങിപ്പോവാൻ തോന്നി, ഞാൻ വീണ്ടും കുടിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത്, ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് മാർഗം സ്വീകരിച്ചാലും ഒരു 80% ആളുകളും ആ തിരിച്ചു പോകും. അത്ര പ്രയാസ. പക്ഷേ ലഹരി ജീവിതത്തിൻ്റെ ഭാഗമെന്ന് വിചാരിച്ച ഒരു നാടിനെ മുഴുവനും ലഹരിയിൽ നിന്ന് മോചിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂല് എന്ത് മരുന്ന് കൊടുത്തിട്ടാ? ഏത് റസൂല് കൊടുത്ത മരുന്ന്? മക്കയിൽ 24 മണിക്കൂറും കുടിച്ച് ജീവിച്ചിരുന്ന ആ മക്കയിലെ മനുഷ്യന്മാരെ ജീവിതത്തിൽ മദ്യം തൊടാത്ത വിധം അവരെ മാറ്റാൻ റസൂല് കൊടുത്ത മരുന്ന് ഏതാ? പച്ചമരുന്നോ, ആയുർവേദ മരുന്നോ, ഏതാ അലോപ്പതി മരുന്നോ, ഹോമിയോ മരുന്നോ? ഏത് മരുന്നാ റസൂല് കൊടുത്തേ? ഏത് മരുന്നാ കൊടുത്തത്? ഏത് കൗൺസിലിംഗാണ് കൊടുത്തത്? ഏത് സെമിനാറാണ് നടത്തിയത്? എന്ത് സിംബോസിയ നടത്തിയത്? ഏത് ക്ലിപ്പാ പ്രദർശിപ്പിച്ചത്? ഏത് സിനിമ കാണിച്ചത്? എന്താ കാണിച്ചത്? ഒരൊറ്റ ആയത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ മുസ്ലിങ്ങളെ നിങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലേ ഒരൊറ്റ മനുഷ്യൻ മുസ്ലിം ആവൂല. പക്ഷേ റസൂല് പറഞ്ഞില്ല. കള്ളു കുടിച്ചുകൊണ്ട് തന്നെ അവർ നിസ്കരിക്കാൻ വന്നേ, കള്ളു കുടിച്ചുകൊണ്ട് അവർ മറ്റു കാര്യങ്ങൾ ചെയ്തത്. റസൂൽ അവരെ എതിർത്തില്ല. എന്നാൽ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്ക് മനസ്സിലായപ്പോൾ റസൂൽ പറഞ്ഞു, ആ അള്ള ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥനായ അള്ള, ആ അള്ള പറഞ്ഞിട്ടുണ്ട് കള്ളു കുടിക്കരുത്. നിർത്തി. വായിലുള്ളത് പുറത്തേക്കാൾ തുപ്പി ഇറക്കിയില്ല. ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിലുള്ളത് പുറത്തേക്കാണ് ചിന്തി. ഷോപ്പുകളിൽ ധാരാളം വീപ്പകളിൽ മദ്യത്തിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഒരാൾ പോലും പ്രവാചകൻ്റെ അടുത്ത് വന്ന് പറഞ്ഞില്ല, റസൂലെ ആ നിയമം ഒരാഴ്ചത്തേക്ക് ഫ്രീസ് ചെയ്യോ, ഞങ്ങളുടെ ഗോഡൗണുകളിൽ ഒരുപാട് രൂപയുടെ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്, അതൊന്ന് വിറ്റ് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ഈ നിയമം നടപ്പാക്കിക്കൂടെ എന്ന് ഒരാളും പറഞ്ഞില്ല. മദീനയുടെ റോഡിലൂടെ മദ്യത്തിൻ്റെ അരുവി ഒഴുകി എന്നാ പറഞ്ഞേ. അരുവി പറഞ്ഞ അറിയോ? ആ ചെറിയ തോടിങ്ങനെ ഒഴുകി. ഇനി രസം കേൾക്കണങ്ങൾക്ക്, ഈ മദ്യം കുടിക്കാതെ ജീവിക്കാൻ പറ്റാതിരുന്ന ആളുകൾ പിന്നെ മദ്യം നിർത്തിയെന്ന് മാത്രമല്ല, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സംശയം ചോദിക്കാൻ വന്നു.
എന്താ സംശയം എന്നറിയോ? റസൂലേ, അങ്ങ് മദ്യം നിരോധിച്ചില്ലേ, അന്ന് ഞങ്ങൾ വീട്ടിലുള്ള അസ്സലാമു അലൈക്കും. ഈ നല്ല ചെറുപ്പക്കാരൊക്കെ ചിലപ്പോൾ അറിയാതെ വല്ല കൊലപാതകത്തിലൊക്കെ പിടിക്കപ്പെടും ജയിലിൽ. അവരെ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കും. എന്നിട്ട് വധശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പൊക്കെ വിളിച്ചിട്ട് പറയേ 3 ദിവസം കഴിഞ്ഞാൽ നിന്നെ തൂക്കിലേറ്റിട്ട് വന്നു. ഞാനിങ്ങനെ നല്ല നിലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞതെന്താ അറിയാം, 5 മിനിറ്റ് സമയമുള്ളൂ, അത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് എൻ്റെ ഈ ഇത് പറഞ്ഞ് തീർക്കണം. അതിൽ ഞാൻ പറഞ്ഞു വെച്ച കാര്യം എന്താ വെച്ചാൽ, ഈ മദ്യത്തിൽ മുങ്ങി ജീവിച്ചിരുന്ന ആളുകൾ പ്രവാചകൻ്റെ അടുത്തൊരു സംശയം ചോദിക്കാൻ വന്നത് എന്താ അറിയോ? റസൂലേ, ഞങ്ങൾ അന്ന് മദ്യം ചിന്തിക്കളഞ്ഞ സ്ഥലത്ത് ആ നനവിൽ ചില പുല്ല് മുളച്ചു വന്നിട്ടുണ്ട്. ആ പുല്ല് ഞങ്ങളെ വീട്ടിലെ ആട് പോയി തിന്നിട്ടുണ്ട്. ആ ആടിൻ്റെ ഇറച്ചി ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമെന്ന്. എന്താ പേടിയില്ലേ? ഈ പേടി എങ്ങനെ അവർക്ക് ഉണ്ടായത്? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചിട്ടാ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് പറഞ്ഞ ഹദീസ് വേഗം വായിക്കട്ടോ. മോനെ, യഹ്ഫദില്ല യഹ്ഫദുക, നീ അള്ളാഹിനെ സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും. യഹ്ഫദില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ തജിദുഹു തുജാഹക, നിനക്ക് അള്ളാഹിനെ നിന്റെ മുമ്പിൽ ഇങ്ങനെ കാണാം. പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിലൊക്കെ പരിഹാരമായി പടച്ച റബ്ബ് നിന്റെ മുമ്പിലുള്ളതുപോലെ നിനക്കിങ്ങനെ തോന്നും. ഇനി പറയാട്ടോ, വൈദാ സാൽത്ത, നിനക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ഫസ്അലില്ല, നീ അള്ളാഹിനോട് ചോദിക്കണം കേട്ടോ. വൈദസ്താൻത, നിനക്ക് വല്ല സഹായം വേണമെങ്കിൽ ഫസ്തഇൻ ബില്ലാ, അള്ളാഹിനോട് സഹായം ചോദിക്കണം കേട്ടോ. എന്നിട്ട് പറയാണ്, ചെറുപ്പക്കാരാ, എൻ്റെ ചെറുപ്പക്കാർക്കൊക്കെ പേടിയാണല്ലോ, അങ്ങനെ ആയാൽ എന്താവുക, ഇങ്ങനെ ആയാൽ എന്താവുക, ജോലി കിട്ടൂലേ, ഞാൻ ഒറ്റപ്പെടുവോ, എല്ലാവരും ഒഴിവാക്കുവോ? കേട്ടോളി, വഅലം, മോനെ നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മത്ത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹ്. മോനെ, ഈ ലോകത്തിലെ മനുഷ്യന്മാർ മുഴുവനും നിനക്ക് ഒരു ഉപകാരം ചെയ്തു തരാൻ തീരുമാനിച്ചാൽ, മോനെ, പടച്ചോൻ എന്താണോ വിചാരിച്ചത് അതിനപ്പുറം 5 പൈസ എനിക്ക് കിട്ടൂലട്ടോ. തീർന്നില്ല. ഈ ലോകത്തിലെ മനുഷ്യന്മാർ മുഴുവനും നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ, ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ചാൽ, പൊന്നുമോനെ, പടച്ചോൻ എന്താണോ വിചാരിച്ചത് അതിനപ്പുറത്തേക്ക് നിന്റെ ഒരു രോമം പറിക്കാൻ ഈ ലോകത്തിന് കഴിയില്ലട്ടോ. അതുകൊണ്ട് നീ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ വിധികൾ എഴുതപ്പെട്ട് കഴിഞ്ഞു. ആ പേനകൾ ഉയർത്തപ്പെട്ടു, ആ പേജ് ഉണങ്ങി. അതുകൊണ്ട് മോനെ, അള്ളാഹുവിനെ മുറുകെ പിടിച്ചോളൂ എന്നാ പറഞ്ഞേ. എൻ്റെ പൊന്നാര സഹോദരന്മാരെ, സഹോദരിമാരെ, വൃത്തികേടിൻ്റെ ഈ കാലത്ത്, എല്ലാ തോന്നിവാസങ്ങളും സാർവത്രികമായി നടക്കുന്ന കാലത്ത് എങ്ങനെ നന്നാവാം, എങ്ങനെ നന്നാക്കാം, ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ റസൂല് ഈ ജനതയെ നന്നാക്കിയ രൂപം ഏതാണത്? യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, അതിലൂടെ സംസ്കരിക്കുക. അതല്ലാത്ത ഒരു സംസ്കരണം ഈ ലോകത്ത് അസാധ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട യുവതികളെ, കൗമാരത്തിൻ്റെ അല്ലെങ്കിൽ ശൈശവത്തിൻ്റെ അല്ലെങ്കിൽ ബാല്യത്തിൻ്റെ അല്ലെങ്കിൽ യുവത്വത്തിൻ്റെ ശക്തമായ ആ നിലപാടുകളിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തെ മുറുകെ പിടിക്കുക. ഈ ദുന്യാവിനെയാണ്, ഈ ദുന്യാവിലെ സുഖമാണ് എൻ്റെ ജീവിതത്തിൻ്റെ സുഖമെന്ന് തെറ്റിദ്ധരിച്ച് ദുന്യാവിൻ്റെ വൃത്തികേടുകൾക്ക് പിന്നാലെ പോയാൽ നരകമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പടച്ച റബ്ബിന്റെ കോടതിയിൽ, പടച്ച റബ്ബിന്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾക്കും മുടിനാരിഴ കീറി വിചാരണക്ക് ഞാൻ വിധേയമാക്കപ്പെടും എന്ന ബോധത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാനായാൽ അനശ്വരമായ സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ സ്വർഗത്തിലേക്ക് അള്ളാഹു നമുക്കേവർക്കും പ്രവേശനം നൽകുമാറാവട്ടെ. നരകത്തിൻ്റെ ഭീകരതയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.